1099.9 800 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലാതെ തന്നെ 800 രൂപ ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബസ് പണി കൂടൊക്കെയാണ് കേട്ടോ. ചൊവ്വാഴ്ചയാണ്. ബസ് പണി കൂടൊക്കെ ദിവസം നമുക്ക് എത്ര രൂപ ഏൺ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം കൊല്ലത്ത് 2-3 ദിവസമായിട്ട് ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഏകദേശം 1200 കിട്ടി, മെനങ്ങാന്ന് 1200 കിട്ടി. ഇന്നിനി എത്ര കിട്ടുമെന്ന് നോക്കാം. ഇന്ന് ബസ് പണി കൂടെ ആയതിനെ കൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോകണമെന്നില്ല. കുറേ പേരൊക്കെ വീട്ടിൽ കാണും. അതുകൊണ്ട് ഓർഡർ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എൻ്റെ നിരീക്ഷണത്തിൽ. പക്ഷേ നമ്മുടെ കൊല്ലമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. എക്സ്പെക്റ്റ് ചെയ്യാത്ത ദിവസം നല്ല ഓർഡർ ആയിരിക്കും, എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന ദിവസം ഓർഡർ കിട്ടത്തില്ല. ഇപ്പോൾ ഓർഡർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക്, പക്ഷേ ഏണിങ്സ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പം ഇത്തിക്കരയാണ് നിൽക്കുന്നത് കേട്ടോ. പ്രകൃതി രമണീയമായ ഇത്തിക്കരയിലാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ആപ്പ് ഓൺലൈൻ ആക്കാം, എന്നിട്ട് നേരെ പോകാം. ഓക്കെ, 12:05 നമ്മൾ ഓൺലൈനൊക്കെ ആക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 12:05 കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇത്തിക്കര നിന്നപ്പോൾ തന്നെ നമുക്ക് ഓർഡർ അടിച്ചു കേട്ടോ. ഇത് ഇവിടെ ഇത്തിക്കര അടുത്തുള്ള ഒരു കടയാണ്, ആഴ്ചല്ലൂർ ലഞ്ച് ഹോം ഹോട്ടൽ. 30 രൂപ ടിപ്പും ഉണ്ട്. ടിപ്പ് വന്ന് ആരെയും നോക്കാം. ടിപ്പ് വന്നത് സുധീർ കെ ജെ ആണ് നമുക്ക് ടിപ്പ് വന്നത്. താങ്ക് യു സുധീർ കെ ജെ. നമുക്കിനി തിരിച്ച് അങ്ങോട്ട് പോകണം, കുറച്ചേ ഉള്ളൂ കേട്ടോ. സാധാരണ കൊട്ടിയത്ത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. പക്ഷേ ഇൻട്രോ എടുക്കാൻ വന്ന് നിർത്തിയപ്പം തന്നെ നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അതെന്തായാലും കാര്യമായി. ഇവിടുന്നൊക്കെ ഓർഡർ അടിക്കുന്ന അപൂർവമാണ്. കൊട്ടിയത്ത് പോകണം ഓർഡർ കിട്ടണമെങ്കിൽ. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഇൻട്രോ എടുക്കാൻ നേരത്ത് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓർഡർ അടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് സാധനം എടുക്കാൻ പോകാം. ഇവിടെയാണ് ആ ഹോട്ടല്. ഇതുവഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത്. വീട്ടിലെ ഊണാണ് ഇത്. ഭയങ്കര ഫേമസാണ്. ബസ്സുകാരൊക്കെ ഇവിടുത്തെ കഴിക്കുന്നതാണ്. നമുക്ക് റീച്ചഡ് കൊടുക്കാം. ഫുഡ് റെഡി അല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. ബീഫ് റോസ്റ്റും മീൽസുമാണ്. അത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സിത്താര ജനിച്ച് കൊട്ടിയ. നമുക്ക് കൊട്ടിയത്തോട്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ സൊമാറ്റോ നമുക്ക് ഓർഡർ അടിച്ചു തന്നത്. അങ്ങനെയൊക്കെ ചില സമയത്ത് സൊമാറ്റോ ഫുഡ് കിട്ടി. കുറച്ച് ഡിഗ്രി ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര തിരക്ക്. കുടുംബശ്രീക്കാർ നടത്തുന്ന ഹോട്ടലാണ് കേട്ടോ. ലഞ്ച് ഹോം ഹോട്ടൽ. കൊട്ടിയത്തോട്ട് പോകുന്ന സ്ഥലത്തെ മൈലക്കാട് ഇറക്കവും കയറ്റമാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ കൊച്ചിലെ ഇതിലെ ബസ്സിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഇറങ്ങി വണ്ടിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ ആ ഇറക്കം പൂർണ്ണമായി ഒഴിവാക്കി ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ 6 വരിപ്പാത മേളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ബൈക്കാർക്ക് കയറാൻ പറ്റൂലല്ലോ, സർവീസ് റോഡ് വഴി. നമ്മളിത് വഴിയായിരിക്കും പോകുന്നത്. വലിയ അണ്ടർപാസാണ് കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണി മുടക്കമൊന്നുമില്ല. പണി കൊല്ലം ജില്ലയിൽ ഇങ്ങനെ അടിമയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു കസ്റ്റമറായിരുന്നു. നമ്മളെ വിശേഷം കാര്യങ്ങളൊക്കെ തിരക്കി. അങ്ങനെ കുറച്ച് കസ്റ്റമറുണ്ട്. എത്ര രൂപ കിട്ടും, ഓർഡർ എങ്ങനെയുണ്ട്, പിന്നെ എങ്ങനെയുണ്ട് ജോലി, അങ്ങനെ തിരക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തിരക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. 30 രൂപ ടിപ്പും തന്നു. ടിപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുമോ, നമ്മൾ 30 രൂപ ഇട്ടാൽ 30 രൂപ ഉണ്ടെങ്കിൽ കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിക്കും ചില കസ്റ്റമർ. നമുക്ക് നിങ്ങൾ തരുന്ന ടിപ്പ് അതുപോലെ തരും, നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഓർഡർ അങ്ങനെ ഡെലിവറി ചെയ്ത് നമ്മൾ കൊട്ടിയത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരക്ക് കുറവാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കും. നല്ല തിരക്ക് കുറവുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ചിക്കിങ്ങിൻ്റെ അവിടെ.
ഇവിടെ ആരും ഇല്ലയുടെ ഫ്രണ്ട്സ്. അങ്ങനെ 12:52 അടുത്ത ഓർഡർ അടിച്ചത് കേട്ടോ. ഓർഡർ കുറവാണ്, ഉടനെ അടിച്ചില്ല. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓർഡർ അടിച്ചത്. KFC എന്നാണ് കേട്ടോ, ഡ്രീംസ് മാളിൽ നിന്നാണ് ഓർഡർ അടിച്ചത്. അതിനും 10 രൂപ ടിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ടിപ്പ് തന്നെ 40 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഇച്ചിരി ലോങ് ആണ്, ഏകദേശം 8-10 കിലോമീറ്ററിൻ്റെ ദൂരം ഉള്ള ഓർഡറാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന്. ആദ്യം ഈ ബ്ലോക്ക് ഒന്ന് കഴിയട്ടെ. പ്രൈവറ്റ് ബസ്സില്ലെങ്കിലും ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നാളെ പണി കൂടെ കാണാം കേട്ടോ. നാളെ എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിട്ടെ ലുലു മാള്. എന്താ തിരക്കാരും, എങ്കിലും ആളുണ്ട് കേട്ടോ. കൊട്ടിയം ലുലു മാളിൽ എപ്പോഴും അത്യാവശ്യം ആളുണ്ട്. ലുലു മാളിൽ, ലുലു മാളല്ല, ലുലു ഹൈപ്പർ ഫ്രഷിൽ, ലുലു ഡെയിലിയിൽ. ലുലു ഡെയിലി വിചാരിച്ചതിനേക്കാളും വലുതായിരുന്നു. മേളിൽ ഫുള്ള് ലുലു ആണ് കേട്ടോ. നമുക്ക് ഇപ്പോഴേ റെഡി ആവൂല കേട്ടോ. ഇത് ഇത്രയും സാധനമുണ്ട്. ഇവിടെയാണ്, ആശ്രാമത്താണ് കേട്ടോ. നേരെ കൊല്ലത്തേക്കാണ്. 10 കിലോമീറ്റർ. 99-16 എന്തോ കുലുക്കണോ? ഇതിപ്പോൾ ഞാൻ കുലുക്കിയിട്ട് കൊടുക്കണോ? ഇതിനകത്ത് എന്തോടെ ആട്ടുകുഴിക്ക്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നമുക്ക് ടിപ്പ് സഹിതം 103 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 13 രൂപ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ. 10 കിലോമീറ്റർ ഓടിയാണ് 80 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, 10 കിലോമീറ്ററിന് 80 രൂപ കുഴപ്പമില്ല. ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ നമുക്ക് 13 രൂപ കിട്ടി. അപ്പോഴേ 93 രൂപ കിട്ടി. അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. എവിടെ നിന്നാന്ന് നോക്കാം. റമീസ് റെസ്റ്റോറൻറ്റ്, അത് ലോങ് ആണല്ലോ, അത് 9 കിലോമീറ്റർ. നമുക്ക് റമീസ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. റമീസിലൊക്കെ ഇപ്പം പഴയ ഓർഡർ കാണുന്നില്ല കേട്ടോ, ഓർഡർ കുറവാണ് റമീസിൽ. നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് റമീസിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പോകേണ്ട സ്ഥലം ചന്ദനത്തോപ്പാണ് കേട്ടോ. ഇവിടുന്ന് 9.1 കിലോമീറ്റർ. 1:55 നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 80 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഏകദേശം 9 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. 9.1 80 രൂപയാണ്. അത് 2 മണി വരെ അത്യാവശ്യം നല്ല 2 മണി വരെ നോർമലായിട്ടുള്ള ഏണിങ്സാണ് കിട്ടുന്നത്. 2 മണിക്ക് ശേഷമാണ് വളരെ ദയനീയമായ ഏണിങ്സ് ആയിരിക്കും. ഇതുവഴിയാണ് നമുക്ക് വരേണ്ടത്. വഴി തെറ്റിപ്പോയാൽ നമ്മളിനി കരിക്കോടിൽ കഹുവയുണ്ട്. കരിക്കോട് നിന്ന് ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ കരിക്കോടെത്തി. നമുക്ക് ഇതുവരെ ഓർഡറൊന്നും അടിച്ചില്ല. കരിക്കോട് കഹുവ. ഇവിടുന്ന് മോഷണം പോയി കേട്ടോ ഫുഡ്. ഇവിടുന്ന് ഒരു പയ്യനെ വന്ന് സ്വിഗ്ഗിയുടെ ടീഷർട്ട് ഇട്ട്, സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നതാണോ അറിയത്തില്ല, സ്വിഗ്ഗിയുടെ ടീഷർട്ട് ഇട്ട് ഫുഡ് എടുത്തുകൊണ്ടങ്ങ് പോയി. പല ഹോട്ടലിലും അവർ ഇങ്ങനെ ഫുഡ് വെച്ചേക്ക് നമ്മൾ വന്ന് പോയി എടുക്കുന്നതാണ് കേട്ടോ. അതിൽ ഇതേപോലെയുള്ള ചിലവന്മാർ വന്ന് മുതലാക്കുന്നുണ്ട്. അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അവൻ സ്വിഗ്ഗിയിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഏതോ ടീഷർട്ട് ഇവിടുന്ന് സംഘടിപ്പിച്ച് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊന്നും വർക്ക് ചെയ്യുന്നതല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ടീഷർട്ട് സൊമാറ്റോ എവിടുന്ന ടീഷർട്ട് സംഘടിപ്പിച്ച് വന്ന് എടുത്തുകൊണ്ട് പോയി. ഇവിടെ മാത്രമല്ല, അങ്ങ് വെള്ളയട്ടമ്പലത്തിലെ ഫ്രൈഡേ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ഇതേവൻ തന്നെ അന്ന് യൂണിഫോം പോലും ഇടാതെ വന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടാ. അപ്പോൾ റെസ്റ്റോറൻറ്റുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഫുഡ് വെക്കുന്നിടത്ത് ഒരാളെ നിർത്തുക. അവർ ആപ്പിലെ നമ്പർ നോക്കിയിട്ട് മാത്രം ഫുഡ് കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഓർഡർ കിട്ടി കേട്ടോ. കഹുവയിൽ തന്നെ ഓർഡർ അടിച്ചത്. 3 കിലോമീറ്ററുള്ള ഫുഡ് റെഡിയാണ് ഓൾറെഡി. ചെമ്മക്കാട്. കൊല്ലത്തോട്ടല്ല കേട്ടാ, പക്ഷെ അങ്ങോട്ട് തന്നെയാണ്. കൊല്ലത്തോട്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു.
നോക്കിയാൽ സമയം 2:26 നമ്മൾ ആ കഫേയിൽ നിന്ന് കിട്ടിയ ഓർഡർ നമ്മൾ അങ്ങനെ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. 38 രൂപയാണ് അതിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 4 കിലോമീറ്റർ പോയാന് നമ്മൾ വീണ്ടും ആ കഫേയുടെ അടുത്ത് വന്ന് ഒരു 10 മിനിറ്റ് നിൽക്കും. കൊല്ലത്തോട്ടൊരു അടി കിട്ടിയാൽ വളരെയധികം സന്തോഷമാണ്. നമ്മൾ വീണ്ടും കരിക്കോടെത്തി. നമ്മൾ വീണ്ടും 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. കൊല്ലത്തോട്ട് ഒരു ഓർഡർ കിട്ടിയാലോ. 10 മിനിറ്റിന് മേലെ ഇവിടെ വീണ്ടും നമ്മൾ നിന്നു. 2:53 കേട്ടോ. നമുക്ക് പിന്നെ ഓർഡറൊന്നും അടിച്ചില്ല. നമുക്ക് നേരെ കൊല്ലത്തോട്ട് പോകാം. ചിലപ്പം പോകുന്ന വഴിക്ക് ഇവിടുന്ന് അടിച്ചു തരും. പിന്നീട് ഓർഡറൊന്നും അടിച്ചില്ല. ഞാനിപ്പം കോളേജ് ജംഗ്ഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഓർഡറൊന്നും അടിച്ചില്ല. ഇനി ഡൗൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ കൊട്ടിയത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയും തെറിച്ചും ഓർഡർ കിട്ടിയേനാണ്. അങ്ങനെ നമ്മളിപ്പം കൊട്ടിയത്താണ് ഫ്രണ്ട്സ്. പിന്നെ ഓർഡറൊന്നും അടിച്ചില്ല. പിന്നെ ആകെ ശോകമായിരുന്നു, കട്ട ശോകമായിരുന്നു. പിന്നെ ഒറ്റ ഓർഡറാണ് അടിച്ചത്. ഓർഡർ അടിച്ച് കൊട്ടിയത്ത് വന്നു. ഇപ്പം കൊട്ടിയത്ത് നിന്ന് അടുത്തൊരു ഓർഡർ അടിച്ച് 6ാമത്തെ ഓർഡർ ആയതേ ഉള്ളൂ. അത് ഏകദേശം 10 കിലോമീറ്റർ ഇവിടുന്ന് കുണ്ട്രയിലാണ് പോകുന്നത്. ലോങ്. അത് ഈ സമയത്ത് ഞാൻ അടിച്ചതിനെ കൊണ്ട് തന്നെ 9 കിലോമീറ്ററിന് ഏകദേശം 55 രൂപ കണ്ടേ കാണിച്ചിട്ടുള്ളൂ. കട്ട ശോകം. തിരിച്ചു പോയിട്ട് അതേപോലെ തിരിച്ചു വരണം. ഏകദേശം 20 കിലോമീറ്റർ ഓടുന്നതിന് 58-60, ചിലപ്പോൾ ഒരു 65 രൂപ കിട്ടും. ഭയങ്കര നഷ്ടമായിരുന്നു. നമുക്കെന്തായാലും പോയി നോക്കാം എത്ര രൂപ കിട്ടും. നമ്മൾ ഇതുവഴി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ കുണ്ട്ര നമ്മൾ ഇതുവഴി പോകാൻ കാരണം, അല്ലെങ്കിൽ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് കണ്ണനല്ലൂർ റൂട്ടിലാണ് കയറുന്നത്. പക്ഷെ അത് ഇവിടെ വൺ വേ ആനെ കൊണ്ട് തന്നെ അവിടെ പോലീസുകാർ ഉണ്ടാവും. നല്ല ചെവി തൊട്ട് തെറി ചിലപ്പം കേൾക്കും. അപ്പോൾ നമുക്ക് ഇതിലേ പോയി മൈലക്കാട് വഴി ലെഫ്റ്റ് പിടിച്ചാൽ നേരെ കണ്ണനല്ലൂർ പോകാൻ പറ്റും. അപ്പോൾ ആ റോഡ് വഴി കയറി പോകാനാണ് മാപ്പും പറയുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്ന് 9.6 10 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് പ്രൈവറ്റ് ബസ് ഇല്ലാത്തതിനെ കൊണ്ടേ മറ്റേ സൗണ്ട് ഇല്ലടേ. റോഡിലൊക്കെ നിശബ്ദത പോലെ. ടൗൺ ഏരിയയിൽ മൊത്തവും ഇങ്ങനെ പല ടൈപ്പിലുള്ള ഹോണടിയാണ്. അതൊന്നും ഇല്ലടേ. ഇന്ന് ആ റോഡൊക്കെ ഇതായി കിടക്കും, സൈലൻ്റ് ആയി കിടക്കുന്നത്. ബസ്സൊക്കെ ഉണ്ടെങ്കിൽ റോഡിനൊരു ബഹളം കാണും. ഓക്കെ, ഇവിടെ ഒന്നും ബഹളമില്ല. ടൗൺ ഏരിയയിൽ ബഹളമില്ല. അങ്ങനെ നമ്മൾ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. ഏകദേശം 9.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ടോട്ടൽ 71 രൂപ. പീക്ക് ടൈം അല്ലല്ലോ, ഉള്ളതായിക്കോട്ടെ. 61 രൂപയാണ് ഓട്ടം. പിന്നെ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ 9 രൂപ. ഇനി നമുക്ക് അതേപോലെ തിരിച്ചു പോകണം. ടോട്ടൽ 6 ട്രിപ്പ് എടുത്ത് 359 രൂപയാണ് കിട്ടിയേക്കുന്നത്. ഒരു 6 മണി വരെ, ഞാനിപ്പോൾ 6 മണി വരെ കൊട്ടിയത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഓർഡർ അടിച്ച് കൊല്ലത്ത് വിട്ടതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു 6 മണി വരെ കൊട്ടിയത്തേക്കും. കൊട്ടിയത്ത് നിന്ന് 1 മണിക്കൂർ ഒരു ഓർഡർ എങ്ങനെയായാലും വെച്ച് കിട്ടും. പക്ഷേ ലോങ് ആയിരിക്കും കേട്ടോ കിട്ടുന്ന. അതുപോലെ പോയിട്ട് റിട്ടേൺ അതേപോലെ വരണം. അതാണ് കൊട്ടിയത്തിൻ്റെ ഒരു പ്രശ്നം. 6 മണി കഴിഞ്ഞ് നേരെ കൊല്ലത്താകുമ്പം പിന്നെ എല്ലാം ചെറിയ ഓർഡറും ചിലപ്പോൾ മൾട്ടി ഓർഡറൊക്കെ അടിച്ച് ഓർഡർ കൂടുതൽ കിട്ടും 6 മണിക്ക് ശേഷം. 6 മണി വരെ കൊല്ലത്ത് ഓർഡറില്ല. കൊട്ടിയത്ത് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓർഡർ കിട്ടും. കാരണം കൊട്ടിയത്ത് തിരക്കുള്ളതിനെ കൊണ്ട് റൈഡേഴ്സ് ഓടി തിരിച്ച് റിട്ടേൺ വരില്ല പെട്ടെന്ന്.
കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് വളരെ മോശമാണ് കേട്ടോ. ഇന്ന് 6:15 7ാമത്തെ ട്രിപ്പ് അടിക്കുന്നേ ഉള്ളൂ. നാളെ അവധി അതിനെക്കൊണ്ട് 2 മണി വരെ നിൽക്കാം. കിട്ടുമോ നോക്കാം, അത്ര കിട്ടുമോ നോക്കാം. നമുക്കിപ്പോൾ ഡ്രീംസ് മാളിൽ നിന്ന് സ്മൂച്ചോ എന്നാണ് SMOOCHO സ്മൂച്ചോ ഓർഡർ അടിച്ചത്. ഏകദേശം 10 കിലോമീറ്റർ ദൂരമുള്ളതാണ് കേട്ടോ. ഇത് എങ്ങോട്ടാണ്? ചാത്തന്നൂരായിരിക്കും. പക്ഷെ കൊല്ലത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. രാത്രി കൊല്ലത്താണ് ഓർഡർ കൂടുതൽ. നമുക്ക് കൊല്ലത്തോട്ട് അല്ലടെ അടിച്ച അസിസിയ മെഡിക്കൽ കോളേജാണ് കേട്ടോ. നീയന്നൂരാണ്. ഇതാണ് ഫ്രണ്ട്സ് അസിസിയ മെഡിക്കൽ കോളേജ്. ഇതൊരു പക്ക ഗ്രാമപ്രദേശത്താണ് ഈ മെഡിക്കൽ കോളേജ് ഉള്ളത് കേട്ടോ. ഈ മെഡിക്കൽ കോളേജാണ് ഇവിടെ. പിന്നെ ഇല്ല ഇൻഷുറൻസ് കാർഡൊക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഷുറൻസ് കാർഡൊക്കെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ രോഗികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഗേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കസ്റ്റമർ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ് അസിസിയ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് മെഡിക്കൽ കോളേജ്. അപ്പോൾ നമുക്കത് ഞാൻ ഡെലിവറി ചെയ്തു. അപ്പോൾ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 85 രൂപയുള്ളൂ. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ടല്ലോ. 7:48 നമ്മളിപ്പം മാടന്നട എനിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഓർഡർ അടിച്ച് 9ാമത്തെ ഓർഡർ അടിച്ചതേ ഉള്ളൂ. 8 ഓർഡർ കഴിഞ്ഞ്. ഇത് അങ്ങ് 9 കിലോമീറ്റർ ദൂരമുള്ള. ഇത് 8 കിലോമീറ്റർ. എത്ര രൂപ കിട്ടി? 76 രൂപ കിട്ടിയിട്ടുണ്ട്. 8.5 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം കൊട്ടിയതിനടുത്താണ് കേട്ടോ. നമ്മൾ കൊല്ലത്ത് നിന്നതാണ്. നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഹോട്ടലിൽ കൂടുതൽ സമയം ഇങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ 3-4 തവണ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നത് കേട്ടോ. എനിക്കിതിന് മുമ്പും കിട്ടിയിട്ടുണ്ട് 20-25 വെച്ച്. ചിലർക്ക് 50-60 കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. നമുക്കിത് എത്ര രൂപ നോക്കാം. യെസ് നമുക്കിങ്ങനെ ഓക്കെ. ഒരു 50 രൂപ ആയിരിക്കണേ. 30 രൂപ. അത് നമ്മൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യപ്പോൾ, ഒരു വട്ടമൊന്നുമല്ല, കുറേ തവണ വെയിറ്റ് ചെയ്യപ്പോൾ ഒരു തവണ നമുക്ക് ഈ സ്ക്രാച്ച് കാർഡ് കിട്ടും. ഇടയ്ക്കിങ്ങനെയൊക്കെ ചെറിയ സുഖപ്പീരൊക്കെ സൊമാറ്റോയുടെ കയ്യിലുണ്ട്. അപ്പോൾ നേരെ കൊട്ടിയെത്തുക. കൊട്ടിയെത്തുന്ന ഒരു ഓർഡർ അടിച്ചാൽ കൊല്ലത്ത് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും കേട്ടോ. സൊമാറ്റോ ഒരു ഫസ്റ്റ് ഇൻസെൻറ്റീവ് എങ്കിലും പൊട്ടിക്കണം. ഒരു 15 ഓർഡറെങ്കിലും കിട്ടണം. 12 മണിക്കുള്ളിൽ ഒരു 17 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണി വരെ നിൽക്കും. പിന്നെ ഒരു 3 ഓർഡർ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 12 മണിക്ക് 15 ഓർഡറെ കിട്ടുന്നുള്ളെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇൻസെൻറ്റീവ് മതി. അടുത്ത ഓർഡർ അടിച്ച് നമ്മൾ കൊട്ടിയത്ത് പൊക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉടനെ തന്നെയാണ് ഓർഡർ അടിച്ചത്. പക്ഷേ അത് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുള്ളത്. നമ്മൾ 2.5 കിലോമീറ്റർ പോയി എടുക്കാനുണ്ട്. ടോട്ടൽ ഇപ്പോൾ ഏകദേശം 13 കിലോമീറ്റർ അടുത്ത് ഓട്ടം ഉണ്ട്. അൽ ബറാഖ് ഡ്രീംസ് മാളിലാണ് കേട്ടോ. അതിന് എങ്ങോട്ടായിരിക്കും? മിക്കവാറും ചാത്തന്നൂർ സൈഡിലായിരിക്കും. 10 കിലോമീറ്റർ പോകണം. നമ്മൾ ഡ്രീംസ് മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ എവിടത്തേക്ക് ഓർഡർ അടിച്ചതെന്ന് നോക്കാം. 10ാമത്തെ ഓർഡർ ആയതേ ഉള്ളൂ. പരക്കുളം വിഴിഞ്ഞോ അടച്ചനെ ഇതെന്തരോ കുരിശുമൂട് പരക്കുളം. ഓയൂരാ. ഇതൊരു 11 മണിക്ക് അടിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെ വീട്ടിൽ പോയാൽ. അല്ല, ഇത് അവിടെയാണ് കല്ലുവാതിക്കൽ. പാറക്കുളം കേട്ടോ, പരക്കുളം അല്ല പാറക്കുളം. അങ്ങനെ നമ്മൾ 13ാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പം 12 മണിയായാലും 15 തികയില്ലെന്ന് തോന്നുന്നല്ലേ. സമയം 10:42. ഇനി കൊട്ടിയത്ത് ഓർഡർ കിട്ടില്ല കേട്ടോ. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ട് നമുക്ക് 73 രൂപ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 800 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലാതെ തന്നെ 800 രൂപ ആയിട്ടുണ്ട്. കൂടുതൽ ലോങ് ആയിരുന്നു കേട്ടോ. 2 ട്രിപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്തപ്പം ഇൻസെൻറ്റീവ് ചെയ്ത് ഒരു 1100 കിട്ടുമെന്ന് തോന്നുന്നു. ഇവരെങ്ങനെ പോയാലും ഒരു 1100 1200 തരൂ ഫുൾ ഇൻസെൻറ്റീവൊക്കെ അടിച്ചാലും. പിന്നെ എൻ്റെ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ച് കൈസ്. എൻ്റെ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ച്. ഇതേത് വഴി? ഹൈവേ തന്നെ. എൻ്റെ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ച് കൈസ്.
അതെന്താ കാരണമെന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് വിശദമായിട്ട് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ച് കൊട്ടിയത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഓർഡർ അടിക്കാനുള്ള സാധ്യത വളരെ 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 തുലവുമാണ്. നമുക്ക് ഓർഡർ ഇട്ട് കൊല്ലത്ത് പോകണം. അയ്യോ, എണ്ണ അടിക്കട്ടെ. നാളെ പെട്രോൾ പമ്പ് കാണൂല, ചിലപ്പം 12 മണിക്ക് ക്ലോസ് ചെയ്യും. അതിന് മുമ്പ് എണ്ണ അടിച്ചിട്ടേക്കാം. നാളെ ഞാൻ വർക്കിന് ഇറങ്ങുന്നില്ല, എങ്കിലും നാളെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ. ഏത് ഓർഡർ അടിച്ചില്ല. 11 മണി കഴിഞ്ഞു, 11:02 ഞാൻ നേരെ കൊല്ലത്തേക്ക് പോവാണ്. ഇനി കൊല്ലത്തെ ഓർഡർ ആയി. ഇത് ഭയങ്കര നഷ്ടക്കച്ചവടമാണ്. ഞാൻ പെട്രോൾ പമ്പ് എത്തി. പള്ളിമുക്കിലെ കഹുവയെന്ന് ഓർഡർ അടിച്ചേക്കുന്നു. പള്ളിമുക്കിലെ കഹുവയെന്ന് ഓർഡർ അടിച്ചേക്കുന്നു. അതും 9 കിലോമീറ്റർ കൊണ്ടു കൊടുക്കാൻ, പോയി എടുക്കാൻ 4 കിലോമീറ്റർ. എന്തായാലും അങ്ങോട്ട് പോകായിരുന്നല്ലേ. വേറെ 69 കുണുവ. അതോ ആശു അങ്ങനെ പറയാൻ പാടില്ല, ഓരോ രൂപയ്ക്കും വാല്യൂ ഉള്ളതാണ്. എന്താണ് ഏട്ടാ? പൊട്ടിയത്തില്ല. നാളെ പമ്പ് കാണത്തില്ല, എണ്ണ അടിച്ചോ? നാളെ സ്വിഗ്ഗി ഉണ്ടോ? നാളെ സ്വിഗ്ഗിക്ക് ഇറങ്ങുന്ന റെസ്റ്റോറൻറ്റ് തുറക്കോ? ഞാനെന്തായാലും കൊല്ലത്തോട്ട് പോകായിരുന്നു. അന്നേരം ഇവിടുന്ന് അടിച്ചങ്ങ് തന്ന് കാഹുവേ. അത് 10 കിലോമീറ്റർ അതിന് കൊടുത്തിട്ട് പോയിട്ട് വരണ്ടേ. എങ്ങോട്ടായിരിക്കും? ചാത്തന്നൂരിൽ കാണാമായിരിക്കുമോ, ചാത്തന്നൂരായിരിക്കും അടിച്ചിട്ടേക്കുന്നത് അറിയാൻ പറ്റൂല. നമ്മൾ കഹുവയിലെത്തി. സത്യം പറഞ്ഞാൽ ഈ ഓർഡർ എടുക്കാനായിട്ട് നമ്മൾ അങ്ങ് കല്ലുവാതുക്കൽ നിന്ന് പള്ളിമുക്ക് വരെ ഓടിയല്ലേ. എന്തൊരു ഓട്ടം ഓടിയത്. അന്നേരം ഏകദേശം 16 കിലോമീറ്റർ അടുത്ത് ഓടി. എങ്ങോട്ടാന്ന് വെച്ചാൽ കാവനാട്. എൻ്റെ പോക്കറ്റ് ബാലൻസ് ഏകദേശം 600 രൂപയുണ്ട്. അന്നേരം ഇത് എത്ര രൂപയുടെ സാധനം? നമുക്കൊന്ന് ബില്ല് നോക്കാം, എത്ര രൂപയുടെ സാധനം. ഷോ ID കാർഡ് ആൻഡ് ബില്ല് 717 രൂപയുടെ സാധനം. ഇനി അതിൽ വേറെ കാര്യങ്ങളൊക്കെ, ഈ ഡെലിവറി ചാർജും എല്ലാം കൂടെ കൂടും. അല്ല, എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ 1250 സംതിങ് കിട്ടിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 350 എണ്ണ ആയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് 1000 രൂപ അടുത്ത കിട്ടും. പൊതുവേ 1700 കിട്ടും. ഇന്ന് 400-ൻ്റെ അടുത്ത് എണ്ണ അടിച്ചിട്ടുണ്ട്. ടോട്ടൽ 500-ന് മേലെ അടിച്ചിട്ടുണ്ട്. ഒരു 100-150 രൂപയുടെ എണ്ണ അധികം അടിച്ചിട്ടുണ്ട്. നാളെ പണിമുടക്കല്ലേ, അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ എണ്ണ വേണ്ടേ. 684. ഗോ ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ തിരിച്ചു വന്നു കേട്ടോ. മറ്റേത് എന്തുമായിരുന്നു, ലെറ്റ്സ് ഗോയോ, മറ്റേ നമുക്ക് ഓർഡർ കളക്ട് ചെയ്യാമെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് മറന്നുപോയി. കുത്തിയെടുക്കുന്ന ഓക്കെ, അതിപ്പം പോയതിന് ശേഷം ഗോ ഹോം തിരിച്ചു വന്നു. മുമ്പേ ഗോ ഹോം അവരെടുത്ത് കളഞ്ഞായിരുന്നു. വീണ്ടും ഗോ ഹോം തിരിച്ചു വന്ന്. എന്തായാലും ഗോ ഹോം ഇട്ട് നോക്കാം. കൊട്ടിയം സൈഡിലേക്ക് ഒരു ഓർഡർ കിട്ടുമോ നോക്കാം. നമ്മൾ ചിന്നക്കടയിലെത്തി. പക്ഷേ നമുക്ക് ഓർഡറൊന്നും അടിച്ചിട്ടില്ല. ഗ്രീസ് RP മാളിൻ്റെ അവിടെയാണ്. സമയം മഴ പെയ്യുന്നു. സമയം 12 മണിയാവാൻ പോകുന്നു. നമുക്ക് ഓർഡർ പോയിട്ടൊരു ഒന്നും അടിച്ചിട്ടില്ല. നമ്മളിവിടെ പോളയത്തോടെത്തി. നമുക്ക് ഓർഡറൊന്നും അടിച്ചില്ല. ഇനി 12 to 1 എടുക്കേണ്ടി വരുമോ? ഒബാമ റെസ്റ്റോറൻറ്റ്, അൽത്താജ്, പ്രവാസി തട്ടുകട, റൂട്ട്സ്. അൾട്ടാസം ക്ലോസ് ചെയ്തു എന്നിട്ട് അന്നേരം ഇവിടെ നിൽക്കണ്ട. 5 മിനിറ്റും കൂടെ ഉള്ളു ഗൈസ്. 12 മണിയാവാൻ ഇത് ക്ലോസ് ചെയ്തു. കുയിലും കോക്ടെയിലോ ചിന്നക്കടയിലുള്ള അല്ലേ? അടിച്ച് ഗൈസ്. അങ്ങനെ ഫ്രണ്ട്സ്, ആ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തു. അതിൻ്റെ ഇടയിൽ മഴയും കൂടെ പെയ്തു. ആ മഴയുടെ 15 രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏകദേശം 1100 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 1099.98. അപ്പോൾ 1100-ന് എത്ര രൂപ കുറവ്? ഒരു പൈസ അല്ല, അതിലും കുറവ്.
0.02 പൈസയാണ്. അതായത് 1100 ആവാൻ 0.02 പൈസ കുറവുണ്ട്. അതായത് 1100 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് പൈസ. നമുക്ക് ലോങ് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവർ തരൂ, ഫുൾ ഇൻസെൻറ്റീവ് അടുപ്പിക്കത്തില്ല. പിന്നെ എനിക്ക് 175 രൂപയുള്ളൂ. അതായത് ഈ 500-ൻ്റെ ഇൻസെൻറ്റീവ് അല്ല എനിക്കുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ചെറിയ ഇൻസെൻറ്റീവാണുള്ളത്. അതുകൊണ്ട് ഫുൾ അടിച്ചാലും 350 കിട്ടും. അതിൻ്റെ ഫസ്റ്റ് ഇൻസെൻറ്റീവ് 175 രൂപയുള്ളൂ. അപ്പോൾ 175 ഇട്ടാൽ 1100 രൂപ കിട്ടി. കഴിഞ്ഞ ദിവസം ഫുൾ ഇൻസെൻറ്റീവ് അടിച്ചിട്ട് 1250 രൂപ, അതായത് 150 രൂപയുടെ കുറവ്. പക്ഷേ യഥാർത്ഥ ഇൻസെൻറ്റീവ് ആയിരുന്നെങ്കിൽ 500 രൂപ ഇന്നലെ കിട്ടേണ്ടതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന 1100 രൂപയാണ്. നമ്മൾ മുമ്പേ ഗസ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ആ പൈസ കൊണ്ടുവന്ന് നിർത്തി തന്നിട്ടുണ്ട്. താങ്ക് യു സൊമാറ്റോ. ബാറ്ററി ചാർജും തീർന്നു.